ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഈ ചാനൽ എന്നൊക്കെ പറയാനായിട്ട് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പേര് ജോസി സാൻസുബാർ 1995 എന്ന് പറഞ്ഞ ചാനൽ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു പേര് കണ്ടുപിടിക്കണം, അതാണ് മെയിൻ. ഇപ്പം 2 ദിവസമായിട്ട് അതിൻ്റെ പുറകെയാണ്. പറ്റിയ പേര് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എന്താ വെച്ചാൽ ഡെയിലി ലൈഫ്, പിന്നെ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ എക്സ്ട്രാ അതൊക്കെയാണ്. ഓക്കെ, എനിവേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിൻ്റെ ഇതിൽ പറഞ്ഞു, ഞാൻ തിരുത്താനും ഞാൻ റെഡിയാക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പറയാം. ഓക്കെ, ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബോറടിക്കും ഇല്ലേ. അപ്പോൾ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇടാമെന്ന് വെച്ച്. റിയാക്ഷൻ അല്ല, ഞാനത് കണ്ടത് കൊണ്ട് എനിക്ക് ഇടണമെന്ന് തോന്നിയതാണ്, വേറെ ഒന്നുമല്ല. അതിലും മോശമായിട്ടുള്ള പലതും ഉണ്ട്, പക്ഷെ എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ഇടാം എന്ന് വെച്ച്, വേറെ ഒന്നുമല്ല. ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ്, ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ. സോറി അതല്ല, ഇതാണ് എൻ്റെ ഓരോരോ അവസ്ഥകളെ. ആ കണ്ടില്ലേ, പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ട് മൂത്രം ഒഴിക്കാൻ. ഇത്രയും ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു പെങ്കൊച്ചിന് എന്തുകൊണ്ട് അവൾ ആ മുഖം മറച്ചത്? എനിക്കതാണ് ചോദ്യം. അല്ല, ഇങ്ങനെയൊക്കെ കാണിച്ചാലേ റീച്ച് ആകുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുള്ളൂ എന്ന് മനസ്സിലാക്കിയൊരു കൊച്ചിന്. ഇപ്പം ഒരുപാട് പേരില്ലേ, ഒരുപാട് പേരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണ്? പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴും ഒരുപാട് വൾഗറായിട്ടുള്ള കാര്യങ്ങളും, അതും പബ്ലിക് പ്ലേസിൽ വന്നിട്ടാണ് ഒരുപാട് ചെയ്തേക്കണേ. ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിക്കോ. ഇതാണ് പുള്ളിക്കാരിയുടെ പ്രൊഫൈല്, അപർണ. ഇത് പ്രൊമോട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാനോ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ ഉൾപ്പെടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വൾഗറായിട്ടുള്ള എല്ലാവരോടും കൂടെ ഉള്ളൊരു ഇതാണ്. ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ, അല്ലാണ്ട് ഞാനിത് ആരും ഇത് ബേൺ ചെയ്തോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പറയണമെന്നല്ല, എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരുപാട് പേരുണ്ടാവും, സമ്മതിച്ചു, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എനിക്കത് പിടിച്ചില്ല. ഞാൻ വലിയ നല്ലവണമെന്നല്ല, പുണ്യാളനുമല്ല, എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്കും ഉണ്ടല്ലോ വീട്ടിലിരിക്കുന്ന കുട്ടിമക്കളും കാര്യങ്ങളും, അവരൊക്കെ കാണുന്നതാണ് അല്ലേ. അപ്പം ഈ പുള്ളിക്കാരിയുടെ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയായിരിക്കുമെന്ന്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യണത് ആരാണോ അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അവൻ്റെ അവസ്ഥ അവന് കാണുന്ന സുഖം അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. സമ്മതിച്ചു, എല്ലാം എന്തൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ പറയണ പോലും ഞാൻ ശരിയാണോ എന്ന് പോലും എനിക്കറിയാം. ഞാൻ പറയാൻ വരുന്ന രീതി എങ്ങനെയാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്, ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, അത് എൻ്റെ കാര്യം. വേറെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ചുമ്മാ റഫ് നോക്കുന്നൊരു വ്യക്തിയാണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അതാണല്ലോ നമുക്കിപ്പോൾ ആകെയുള്ളൊരു ഇത്. കാരണം കാലൊടിഞ്ഞ് ഞാനിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായി. വേറെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട്, അതല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താണിത്, ഇതിങ്ങനെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണിക്കാനല്ല, ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഇത് പറയണമെന്ന് തോന്നി, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. കാരണം വലിയതൊന്നും അല്ല, എന്നാൽ പോലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനിനി ഇതിലേക്കൊന്ന് സജീവമാകാം എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടന്റാണ് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഞാനതനുസരിച്ച് ഞാൻ ചെയ്തു തരാം. എൻ്റെ കണ്ണിൽ കാണുന്നത് എന്തും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നതായിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വശമൊന്നുമില്ല. ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ രീതിയിലാണ് തെറ്റുകളുണ്ട്, നല്ല രീതിക്ക് തെറ്റുകളുണ്ട്, എനിക്കറിയാം. ആ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നെ ഒന്ന് മുന്നോട്ട് പോയി സപ്പോർട്ട് ചെയ്ത് തരണം. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
പിന്നെന്താ വെച്ചാൽ ഓരോ പ്രാവശ്യവും വീഡിയോ ഇടുമ്പോൾ എനിക്ക് അതിൻ്റെ നിലവാരം മനസ്സിലാവും. ഞാനത് മുന്നോട്ട് എത്രയും നാളത്തേക്ക് അത് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം എന്താ വെച്ചാൽ കാലൊടിഞ്ഞിരിക്കുന്ന ഒരു ഫാറ്റ് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ബോറിങ് ശരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വന്നേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ വർക്കൗട്ട് വീഡിയോസ് ഇടാൻ എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.